ഇവന്റെ പാപം മൂലമാണോ, ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപം മൂലമാണോ ഇവൻ ഇങ്ങനെ അന്ധനായി ജനിച്ചത് എന്നുള്ളത്. ഭിന്നശേഷി ആയതുകൊണ്ട് ഒരിക്കലും പുറം ലോകം കാണിക്കാനായിട്ട് വിടാറില്ല. ഇതൊരു ശാപമല്ല, അനുഗ്രഹമായിട്ട് നമ്മൾ മാറ്റാനായിട്ട് നമ്മൾ സാധിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തൃശൂർ അതിരൂപത മീഡിയ കത്തോലിക്കയുടെ ടോക്ക് ഇറ്റ് ഔട്ട് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജന TJ, തൃശൂർ അതിരൂപത അയ്യന്തോൾ ഇടവകാംഗമാണ്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഏറെ ബഹുമാന്യനായ ഫാദർ സോളമനാണ്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ എത്ര വർഷമായി ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട്? ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതമാണ് പൗരോഹിത്യ ജീവിതം. അപ്പൊ യഥാർത്ഥത്തിൽ അച്ഛൻ ഈ ഒരു ജീവിതത്തില് ഹാപ്പിയാണോ? ഈ പ്രീസ്റ്റി ലൈഫ് എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്നുണ്ട്. അതായത് സന്തോഷവാനാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരിയേറെ ചെറുപ്പം മുതൽ ആഗ്രഹിച്ച് വൈദികനായതാണ്. അതുകൊണ്ട് തന്നെ ഇതിനോട് വലിയ ഒരു ബഹുമാനവും ആദരവും ഭയഭക്തി ബഹുമാനത്തോടു തന്നെയാണ് ഞാൻ മുന്നേറുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അച്ഛന് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങണം എന്ന് തോന്നുവാനായിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു? ഞാൻ ഭിന്നശേഷി ആയപ്പോഴാണ് അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മധ്യപ്രദേശിലായിരുന്നു എൻ്റെ വൈദിക പ്രവൃത്തിയുടെ ഒരു മേഖല എന്ന് പറയുന്നത്. അച്ഛനായിട്ട് ഞാൻ അച്ഛനാകുന്നത് തന്നെ 2006 ജനുവരി 2-ാം തീയതിയാണ്. അതിന് ശേഷമാണ് മധ്യപ്രദേശിലെ സിയർനൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഡയറക്ടറായിട്ട് ഞാൻ പോകുന്നത് തന്നെ. അവിടെ ആയിരിക്കുമ്പോഴാണ് ഈ ഒരു മലേറിയ എന്ന രോഗം വരുന്നതും ക്ലോറോക്കിൻ എന്ന ടാബ്ലറ്റ് കഴിക്കാനായിട്ട് ഇടയാകുന്നതും കണ്ണിന്റെ കാഴ്ച മന്ദീഭവിച്ച് തുടങ്ങാനായിട്ട് ഇടയാകുന്നത്. അതിനെ തുടർന്ന് ഞാൻ പഠിക്കാനായിട്ട് ഞാൻ 4ാമത്തെ ഡിഗ്രി പഠിക്കാനായിട്ട് പോകുന്നത് ക്രൈസ്റ്റ് ബാംഗ്ലൂരിലുള്ള ക്രൈസ്റ്റ് കോളേജിലേക്കാണ് ഞാൻ പോകുന്നത്. ധർമാരാമിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ പഠനം 2 വർഷത്തെ ഫോർമാറ്റീവ് സൈക്കോളജി പഠിച്ചതിന് ശേഷം തിരിച്ചു വരുന്നത് അവിടെയുള്ള നരസിംഹപൂർ ഡിസ്ട്രിക്റ്റിലെ കരേലി എന്ന് പറഞ്ഞ സ്ഥലത്തെ കാർമൽ സ്കൂളിലാണ് ഞാൻ അവിടെ വരുന്നത്. 3 സ്കൂളുകളിലായിട്ട് ഞാൻ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരുന്നു. ഭോപ്പാൽ, നരസിംഹപൂർ, കരേലി എന്നീ സ്ഥലങ്ങളിലാണ് ഞാൻ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരാഴ്ച ഓരോ സ്ഥലത്ത് പോയി കൗൺസിലിംഗ് കൊടുക്കുകയായിരുന്നു ചെയ്തത്. IV പ്രസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴാണ് അവർ പറയുന്നത് യു ആർ 75% ബ്ലൈൻഡ് എന്ന് പറയുന്നത്. അതിനെ തുടർന്ന് ഞാൻ പയ്യെ അവിടെ നിന്ന് ഞാൻ ഈ പോസ്റ്റെല്ലാം റിസൈൻ ചെയ്ത് നാട്ടിൽ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് വല്ല കുമ്പസാരമൊക്കെ ചെയ്ത് ജീവിക്കാമെന്ന് കരുതി നാട്ടിലേക്ക് വരുമ്പോഴാണ് എന്നോട് ഇവിടുത്തെ പ്രൊവിൻഷ്യാളും അതുപോലെ ഞങ്ങളുടെ പ്രൊവിൻഷ്യാളും ചേർന്ന് പറയുന്നത് അമല മെഡിക്കൽ കോളേജിൽ കൗൺസിലിംഗ് നടത്തുവാനായിട്ട് എന്നോട് പറയുന്നത്. ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി, ഏകദേശം ഒരു 35 വയസ്സായിട്ടുള്ള ഒരു ചേച്ചി ഒരു പാലിയേറ്റീവ് സെഷനിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് ഞാൻ അവിടേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. ആ ചേച്ചിയോട് ചോദിച്ചു, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അത് ബ്രെയിൻ ട്യൂമർ ആണെന്നാണ് പറഞ്ഞത്. ആ ബ്രെയിൻ ട്യൂമറിന്റെ വേദന അസഹനീയമായിട്ടാണ് ആ ചേച്ചി കരയുന്നത്. അപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചു, മെഡിസിനൊന്നുമില്ലേ? മെഡിസിനൊക്കെ ചെയ്തിട്ട് പോലും എൻ്റെ വേദന മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഭർത്താവിനോട് 2 ഐസ് ക്യൂബ് കൊണ്ടുവന്നിട്ട് എൻ്റെ തലയ്ക്ക് ചുറ്റും വെച്ച് കെട്ടി അതിൽ ആ മരവിപ്പോണ്ട് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ വേദനിച്ച് കരയും, അതുപോലെ ഭർത്താവിനോട് ശണ്ട കൂടും എന്നൊക്കെയാണ് പറഞ്ഞത്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യം ഇതായിരുന്നു, ഇത്രമാത്രം വേദനിച്ചിട്ട് പോലും ആ ചേച്ചി തൻ്റെ മക്കളുടെ മുമ്പിൽ ഇത്രമാത്രം സ്നേഹത്തോടെ പെരുമാറുന്നു. എൻ്റെ ജീവിതത്തിൽ വേദന എന്നുള്ളത് അധികമൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ തലവേദനകളൊക്കെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഒരു മന്ദത, അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ കാഴ്ചക്കുറവ് എന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ ഒരു വേദനയായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു വേദനയെ അതിജീവിക്കാനായിട്ട് ഞാൻ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് പോലും എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അന്ന് മുതൽ ഞാൻ എൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ട് മറ്റുള്ളവരുടെ വേദനയ്ക്ക് ഒരു ആശ്വാസം കൊടുക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോൾ അച്ഛനെ കൃത്യമായിട്ട് എന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോ നേരത്തെ പറഞ്ഞു 75% ആണ് അച്ഛനെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കണേന്ന് പറഞ്ഞു. ഇപ്പൊ യഥാർത്ഥത്തിൽ എന്നെ ഇപ്പൊ ശരിക്കും എങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്? ഇപ്പോൾ 90% ആണ് ബ്ലൈൻഡ്. കാണാനായിട്ട് ഒരു വെയ്ഗ് വിഷനാണ്, അതായത് ക്ലാരിറ്റി ഒന്നുമില്ല. ഞാനൊരു സ്വരം കേൾക്കുന്നു, അവിടെ ഒരു രൂപം കാണുന്നു, ആ വ്യക്തിയോട് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. എനിക്ക് ഇപ്പൊ സ്വരം കേൾക്കുമ്പോൾ ആണ് പെണ്ണാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. അതല്ലാതെ നമുക്ക് ഒരു ക്ലാരിറ്റി അവിടെ എനിക്ക് കിട്ടാറില്ല ഒരിക്കലും. ഞാനൊരു അധ്യാപികയാണ്. ചില ക്ലാസ്സുകളിൽ ഇങ്ങനെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഒതുങ്ങിക്കൂടി നടക്കാനാണ്, അതായത് കുട്ടികളുടെ കൂടെ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാതെ ഒതുങ്ങി നടക്കാനാണ് താല്പര്യം. പല മാതാപിതാക്കളും ചിന്തിക്കാറുണ്ട്, അതായത് എന്റെ മക്കള് ഇങ്ങനെയായല്ലോ, ഇത് പൂർവികരുടെ ശാപം മൂലമാണോ ഇങ്ങനെ ഒരു ഭിന്നശേഷിക്കാരായി മാറിയത് എന്നൊക്കെ ശരിക്കും ചിന്തിക്കാറുണ്ട്, മറ്റുള്ളവരായിട്ട് പറയാറുണ്ട്.
അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരു ശാപമാണോ? യേശു നമ്മളോട് പറയുന്നുണ്ട്, യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു അന്ധനെ നിർത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇവന്റെ പാപം മൂലമാണോ, ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപം മൂലമാണോ ഇവൻ ഇങ്ങനെ അന്ധനായി ജനിച്ചത് എന്നുള്ളത്. അപ്പോൾ യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമല്ല, മറിച്ച് ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. ആരുടെയും ശാപനിമിത്തമല്ല നമുക്കൊരു രോഗം വരുന്നതും ഭിന്നശേഷി അവസ്ഥയായി മാറുന്നതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ പലപ്പോഴും നല്ല വീടുകളിൽ ഈ ഭിന്നശേഷി വ്യക്തികളായിട്ടുള്ള വ്യക്തികളുടെ കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സംസാരം കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അവർ പറയുന്നത് ഇതൊരു ശാപമാണ്, അല്ലെങ്കിൽ ഞങ്ങളൊന്നും വീട്ടുകാർക്ക് വേണ്ട. ചിലവർക്ക് വലിയ താല്പര്യമാണ്, മാതാപിതാക്കന്മാർക്ക് മക്കളെ വലിയ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഭിന്നശേഷി ആയതുകൊണ്ട് ഒരിക്കലും പുറം ലോകം കാണിക്കാനായിട്ട് വിടാറില്ല. അത് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള ഭിന്നശേഷി ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളൊരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഭിന്നശേഷി ആയതുകൊണ്ട് ഇവന് അത്ര ഒരു പൂർണ്ണ വളർച്ചയില്ലാത്തത് കൊണ്ട് പുറത്തേക്ക് വിട്ടാൽ അതെങ്ങനെയായിരിക്കും സർവൈവ് ചെയ്യുക എന്നുള്ള പേടി കൊണ്ടൊക്കെ, ഇതുകൊണ്ടൊക്കെ ആയിരിക്കും പല കുട്ടികളും അകത്തളങ്ങളിൽ ആയിത്തീർന്നിരിക്കുന്നത്. അവരെയൊക്കെ ഒന്ന് പുറത്ത് വിടാനായിട്ട് പലപ്പോഴും മാതാപിതാക്കന്മാർക്ക് പേടി, അല്ലെങ്കിൽ ഇത് ആശങ്ക, ഇതൊക്കെയാണ് അവരുടെ ജീവിതത്തിലുള്ളത്. നമ്മുടെ മേഖലകളിൽ പലപ്പോഴും ഇതിനൊരു ശാപമായിട്ട് കാണാനായിട്ട് പരിശ്രമിക്കുന്നു. മറ്റുള്ള വ്യക്തികളുടെ ആ ഒരു ചിന്തകൾ അത് ശാപമല്ല, അനുഗ്രഹമായിട്ടാണ് അവർ കാണുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ദൈവം നമുക്കായിട്ട് നൽകിയ, അവരെ വളർത്താനായിട്ട് ദൈവം നൽകി എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അവർ സന്തോഷത്തോടെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്നുള്ളതാണ്. ഇതൊരു ശാപമല്ല, അനുഗ്രഹമായിട്ട് നമ്മൾ മാറ്റാനായിട്ട് നമ്മൾ സാധിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് അച്ഛൻ പ്രൊവൈഡ് ചെയ്യണേ? ദർശന സർവീസ് സൊസൈറ്റി 2022 സ്ഥാപിതമായത്. അതിനു മുമ്പ് ദർശന ക്ലബ്ബ് 2017 ആരംഭിച്ചു. പക്ഷെ രജിസ്റ്റേർഡ് ചെയ്തത് 22 മുതലാണ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ കുട്ടികളിലുള്ള അവരുടെ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ആ കുട്ടികളിൽ എന്ത് നമുക്ക് നടപ്പാക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയല്ല, മറിച്ച് അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്. ഇപ്പോൾ 2017 ആരംഭിച്ചപ്പോൾ ആദ്യം അവർ ആവശ്യപ്പെട്ടത്, അച്ഛൻ ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കണം. കാഴ്ചപരിമിതരായിട്ടുള്ള കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കണം. അങ്ങനെ ക്രിക്കറ്റ് ഒരു ടീം നമ്മൾ രൂപീകരിച്ചു. പിന്നീട് അത് 2-3 ടീമൊക്കെ ആയി മാറി. പിന്നീടാണ് അവർ പറയുന്നത്, അച്ഛൻ ഞങ്ങൾക്ക് ശിങ്കാരിമേളം കൊട്ടണം. അത് കൊട്ടാനായിട്ട് അവർ ആഗ്രഹമാണ്, അവർക്ക് കേട്ട് കൊട്ടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നടക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അവർക്ക് വരുന്നത്, ശിങ്കാരിമേളം കൊട്ടി നടക്കാനായിട്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഭിന്നശേഷി മേഖലയാണ് വീൽ ചെയറിലായിരിക്കുന്നവർ. അപ്പൊ അവരോട് ചോദിക്കുകയാണ് നമ്മൾ, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വീൽ ചെയർ ബാസ്കറ്റ് ബോൾ കളിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ വീൽ ചെയർ ബാസ്കറ്റ് ബോൾ കളിപ്പിക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവർക്കൊക്കെ സ്വിമ്മിങ്. ആദ്യം നമ്മൾ 2 വർഷക്കാലം പഠിപ്പിച്ചത് കാഴ്ച പരിമിതർക്ക് എങ്ങനെ സ്വിം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓരോ സാഹചര്യം അനുസരിച്ച് അവർക്ക് എന്തൊക്കെയാണ് നീഡ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ഒരു ദർശന സർവീസ് സൊസൈറ്റി അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തൃശ്ശൂർ ഏരിയയിൽ തന്നെ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന, ഞാൻ അതിന്റെ പ്രസിഡന്റായിട്ട് ഇപ്പൊ തുടങ്ങി. ഞാൻ തന്നെ അതിന് ആരംഭം കുറിച്ചു. അത്ലറ്റിക് മീറ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് 6ാമത്തെ വർഷമാണ്, സ്പോർട്സ് മീറ്റ് 2ാമത്തെ വർഷമാണ്, ആർട്സ് മീറ്റ് 2ാമത്തെ വർഷമാണ്. അപ്പൊ ഇതൊക്കെ വെച്ചതിന്റെ ഫലമായിട്ട് കുറെ കുട്ടികളിലുള്ള കലാവാസനകൾ പുറത്തു വരാനായിട്ട് സാധിക്കുന്നു. അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു. മാതാപിതാക്കന്മാർക്കായാലും ഇങ്ങനെയുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവരെ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അച്ഛൻ ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളം വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ ആ വിമർശനങ്ങളൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളാണ് കേൾക്കാറുള്ളത്? അത് അച്ഛനെ വേദനിപ്പിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഒത്തിരിയേറെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, കാഴ്ച പരിമിതി നേരിടുന്ന സമയത്ത് തന്നെ ഇപ്പൊ എന്നെ നോക്കുമ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട്, അച്ഛന് കാഴ്ച ഇല്ല എന്നെങ്ങനെ പറയാനായിട്ട് സാധിക്കും, കാണുമ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഓർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പറയണ്ട അച്ഛൻ പറ്റിക്കുകയാണെന്ന്. അത് തന്നെ ഒരു വിമർശനമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അച്ഛൻ ഇതൊക്കെ അഭിനയിക്കുകയാണെന്നുള്ള ഒരു ചിന്തയാണ് പലരും പറയാറുള്ളത്. രണ്ടാമത്തത്, ഇപ്പൊ ഈ ദർശന സർവീസ് സൊസൈറ്റി ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള കുറെ ആക്ടിവിറ്റീസ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ചെയ്യുന്നത് വഴിയായിട്ട് ഇതിന്റെ ബാക്കിൽ കിടക്കുന്നത് ഈ ഫണ്ട് സോഴ്സ് എവിടെ നിന്നാണെന്നുള്ളതാണ് ചോദ്യം വരുന്നത് ആദ്യം തന്നെ. പക്ഷെ ഇത് എങ്ങനെയാണ് നടത്തുന്നതെന്നുള്ളത് അവര് അറിയുകയാണെങ്കിൽ ഇതിന് ഫണ്ട് ആവശ്യമില്ല എന്നുള്ളത് പറയാം. കാരണം ഇത് ചിന്തിക്കുന്നു, ഇപ്പൊ ആർട്സ് മീറ്റ് നടത്തുന്നത്
ഒളരിയിലുള്ള നവജ്യോതി കോളേജിലെ സിസ്റ്റേഴ്സാണ് നടത്തുന്നത്. നമ്മൾ അവിടെ ചെന്ന് സംസാരിക്കുന്നു, അവർ ഭക്ഷണം തരുന്നു, ആവശ്യമായിട്ടുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആവശ്യമായിട്ടുള്ള ഒരു മെഡല്, ഒരു സർട്ടിഫിക്കറ്റ്, അതിന് അത്ര വലിയ എമൗണ്ട് ഒന്നും നമുക്ക് അത്രയും വരുന്നില്ല. അല്ലെങ്കിൽ ഒരു അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ പൈസ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുവഴിയായിട്ട് നമുക്കത് നേടാൻ പറ്റും. അവിടെ പ്രോഗ്രാം അതിമനോഹരമായിട്ട് നമുക്ക് അവിടെ അവതരിപ്പിക്കാനും പറ്റുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇഷ്ടംപോലെ പൈസ ഒഴുകുകയാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ സഹൃദയ കോളേജിലാണ് ഞങ്ങൾ സ്പോർട്സ് മീറ്റ് നടത്തുന്നത്. അവിടെ അവരെല്ലാ സൗകര്യം നമുക്ക് ചെയ്യുന്നു. നമ്മൾ പോകുന്നു, ഈ മെഡൽ കൊടുക്കുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. അത്രമാത്രമേ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെലവ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ജനങ്ങൾ കാണുന്നത് അവിടെ അച്ഛൻ സ്പോർട്സ് മീറ്റ് നടത്തുന്നു, അത്ലറ്റ് മീറ്റ് നടത്തുന്നു, ആർട്സ് മീറ്റ് നടത്തുന്നു, സ്വിമ്മിങ് നടത്തുന്നു, എന്തൊക്കെയോ കുറേ പ്രോഗ്രാംസ് നടത്തുന്നു. ഫണ്ട് ഇഷ്ടം പോലെയാണെന്നുള്ള ഒരു വിമർശനം ഞാൻ ഇന്ന് കേൾക്കുന്നതാണ്. അതെവിടെയാലും ഉണ്ടാകും. വളർച്ച ഉണ്ടാകുമ്പോൾ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഉണ്ടാകാം എന്ന് സാധ്യത വെച്ചുകൊണ്ട് അവർ വിമർശിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ പോലും, ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ പോലും അച്ഛൻ ഞങ്ങളെ വെച്ചുകൊണ്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഫണ്ട് ശേഖരിക്കുന്നത് എന്നുള്ളതാണ്. ആരെയും വെച്ചുകൊണ്ടല്ല. ഞങ്ങൾക്കൊക്കെ കേട്ടുന്നത്, ഞാൻ പലപ്പോഴും ഒരു വ്യക്തിയോട് ചോദിക്കും, ഒരു 100 രൂപ ചേട്ടൻ തന്നാൽ മതി അവരുടെ ഭക്ഷണത്തിനുള്ള പൈസയായി, ഒരു നേരത്തെ ഒരാളുടെ ഭക്ഷണത്തിനുള്ള പൈസയായി. അതുപോലെ തന്നെ അങ്ങനെ ഒരു 100 റുപ്പി ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തുന്നുണ്ട്. അതിലൂടെ കിട്ടുന്ന ഈ 100 രൂപ അതുവഴിയായിട്ട് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നു. ഒന്നല്ല, സ്വിമ്മിങ് മാത്രമല്ല, അല്ലെങ്കിൽ ഫുട്ബോൾ മാത്രമല്ല, ബാസ്കറ്റ്ബോൾ മാത്രമല്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അതും ഭിന്നശേഷിക്കാരുടെ കോപ്പറേഷനോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നു. സഭയിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ കുറേയധികം മനുഷ്യർക്ക് ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ കുർബാനകളൊക്കെ അർപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, എന്തുകൊണ്ടാണ് എനിക്ക് ദൈവം ഇങ്ങനത്തെ ഒരു വിധി എനിക്ക് എന്തുകൊണ്ടാണ് നൽകിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഒരു അനുഗ്രഹം നൽകാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും നമുക്ക്, ഞാനൊരു വൈദികനായതിനു ശേഷം ദൈവം എനിക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ തന്നല്ലോ എന്നുള്ളൊരു വേദന എൻ്റെ ഉള്ളിലുണ്ട്. കാരണം എല്ലാം സമർപ്പിച്ചിട്ട് പോലും ഞാൻ ആഗ്രഹിച്ച പോലെ ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ദിവ്യബലി അർപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേദന എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടും ദൈവം എന്തുകൊണ്ട് എനിക്കിത് തന്നു എന്നുള്ളത്. പക്ഷെ അത്ഭുതം എന്നുള്ളത് ആഗ്രഹിച്ചു, പലപ്പോഴും പ്രാർത്ഥിച്ചു, പക്ഷെ അതൊന്നും നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ യേശു ചിന്തിച്ചതുപോലെ തന്നെ ഞാൻ ചിന്തിക്കാനായിട്ട് ഇടയായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യേശു ആണ് ആദ്യമായിട്ട് ദിവ്യബലി അർപ്പിച്ചത് എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെയാണ്. ആ അവസാന താഴ്മ തന്നെയാണ് നമ്മൾ പുനരാവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അത് നടത്തുമ്പോൾ യേശു ഇത് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ആ വേദന നിറഞ്ഞ അവസ്ഥ മാറുകയല്ല ചെയ്തത്, മറിച്ച് അത് സീവിയർ ആവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് യേശു പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടമല്ല പിതാവേ, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും ഇതുപോലെ ഒത്തിരിയേറെ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. വിശുദ്ധ ബലിയെ ഏറ്റവും അടുത്ത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഏറ്റവും കണ്ണിനോട് ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ മനസ്സിലായി, യേശു പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, എൻ്റെ ഇഷ്ടമല്ല കർത്താവ്, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ഉള്ള ഒരു ബലിയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരും അർപ്പിക്കാനായിട്ട് തയ്യാറാകണമെന്നുള്ളത്. വൈകല്യങ്ങൾക്കൊക്കെ അപ്പുറം ഒരു അത്ഭുത ലോകം സൃഷ്ടിച്ച വ്യക്തിയാണ് നമ്മുടെ സോളമൻ അച്ഛൻ. അച്ഛൻ ഇത്രയും നേരം നമ്മളുമായി നല്ല നല്ല വിശേഷങ്ങൾ പങ്കിട്ടു. അച്ഛന് ഈ ഒരു മീഡിയ കത്തോലിക്കയുടെ പേരിലും എന്റെ പേരിലും ഈ ഒരു വേളയിലെ നന്ദികൾ അർപ്പിക്കുകയാണ്. അച്ഛന്റെ ഫ്യൂച്ചർ പ്ലാൻസിൽ നല്ല നല്ല ആശയങ്ങളും അതൊക്കെ പ്രവർത്തിക്കാനുള്ള ശക്തിയും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.